അപ്പോൾ അമ്മ കുട്ടീനെ ഒഴിയാണ്. ഓക്കെ, അപ്പോൾ ഇത് എന്താണെന്നറിയില്ല, നമുക്ക് തുറന്നു നോക്കാം. ഒരു കറി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. പരിപ്പാണ്, പരിപ്പ് വേവിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു ലേശം പരിപ്പുണ്ടാവും. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം, അതിന് പാകത്തിന് വേവണ ഒരു വെള്ളം ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇനി വെന്ത് തുടങ്ങിയിട്ട് അപ്പോൾ അടച്ച് വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ ഇതിൽ ചെറിയുള്ളി ഒരു 10 ഉണ്ടാവും തോന്നുന്നു. പിന്നെ വെളുത്തുള്ളി അതുപോലെ ഒരു 10 ഉണ്ടാവും തോന്നുന്നു. അപ്പോൾ രണ്ടും കുറച്ച് എടുത്തിട്ടുണ്ട്. എത്ര വെളുത്തുള്ളി ഉണ്ട്, ചെറിയുള്ളി അത്രയും പിന്നെ ചതയ്ക്കും. അപ്പോൾ ഇതിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം ഹോട്ടലിൽ പോയതാണ് വർക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നറിയോ, ഒരാൾ ഉപ്പില്ലാണ്ട് ഉണ്ടാക്കിയിരുന്നു സാധനങ്ങളൊക്കെ. എന്നിട്ട് അയാൾ നല്ല വെള്ളം അടിച്ചിട്ട് എന്നിട്ട് ആളങ്ങോട്ട് പോയി. നിങ്ങൾ എന്തുണ്ടായി ഹോട്ടലിൽ പോയിട്ട്? എവിടെ എന്തുണ്ടായില്ലേ? എന്നിട്ട് അവിടെ വലിയ വലിയ ആൾക്കാരൊക്കെ വേണ്ടിട്ടാണ് കഴിക്കണത്. ആ ഹോട്ടല് അടുക്കള ഒരു ജാതി അടുക്കളയാവും, പുറത്ത് മാത്രമേ വൃത്തി ഉണ്ടാവുള്ളൂ. നമ്മൾ മേക്കപ്പ് ചെയ്തിട്ട് അങ്ങനെ പുറത്തേക്ക് പോകുന്നത് അതേപോലെ പുറത്ത് മാത്രം നല്ല ഗ്ലേസിങ് ആണ്. എന്നാൽ കുടിച്ചിട്ടും ഉണ്ടാവില്ല, തിരുമ്പിയിട്ടും ഉണ്ടാവില്ല. അതെ, എന്റെ ചക്കര എന്താ ചെയ്യണ നോക്കിയോട്ടെ. എന്താ ചക്കര ചെയ്യണ്? എന്താ അത്? എവിടെ മുന്തിരി? മുന്തിരി. അപ്പൊ ചക്കര മുന്തിരി കഴിക്കുകയാണ്. എന്താ കഴുകിയതല്ലേ? ഓക്കെ, കൊളാം മുന്തിരിങ്ങ. കുരു കളയണ്ടേ? കുരി നമുക്ക് കുഴിച്ചിട്ടാലോ? അവിടെ വെച്ചോ കുരി എല്ലാം അതുകൊണ്ട് ഞാൻ പോയൊറ്റിച്ച്. അപ്പൊ ലാസ്റ്റ് ഇത് ഇങ്ങനെ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതില് ചീഞ്ചട്ടി വെക്കണു. ഓക്കെ, അപ്പോൾ ഇത് പാം ഓയിലാണ് ഒഴിക്കണത്. 2 വലിയ സ്പൂൺ 3 വലിയ സ്പൂൺ വെച്ചിട്ടുണ്ട്. ചൂടായതിനു ശേഷം കുറച്ച് കടുക് ഇട്ടു. ഓക്കെ, അതിനുശേഷം നമ്മുടെ കറിവേപ്പില ഇട്ടു. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ചെറിയ ഉള്ളി ചതച്ചതും പിന്നെ നമ്മുടെ ഒരു വെളുത്തുള്ളി ചതച്ചതും അതിൽ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം അത് മിക്സ് ചെയ്യാണ്. അതിൻ്റെ ഇടയ്ക്കിടെ കുട്ടി മുന്തിരി കഴിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ കുരു കുത്തിയിടാൻ പോവുക അത്ര. അപ്പോൾ നമുക്കൊന്ന് കാണാം. ഞാൻ കുട്ടിയോട് പറഞ്ഞു അത് അങ്ങനെയല്ല കുത്തിയിടുക, കുറച്ച് ദിവസം അത് വെയിലത്തൊക്കെ അല്ല അത് തണലത്ത് വെക്കണം, അതിൽ പേപ്പർ കൊണ്ട് മൂടണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇനി എന്തെങ്കിലും ചെയ്യട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ കുത്തിയിടാൻ പോവുക അത്ര. മുന്തിരി എന്താ ചെയ്യണം നോക്കാം. ഉണ്ണി ഇങ്ങോട്ട് വാ, ഇവിടെ
അപ്പോൾ ഇതിൽ ലേശം പരിപ്പ് ഉണ്ട് വേവിച്ചിട്ടില്ലേ, ആ ലേശം എടുത്ത് ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. ആ പരിപ്പ് കറി ഉണ്ടാക്കണമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അതിൽ കറിവേപ്പിലയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വിശക്കും ചെയ്തു. അപ്പോൾ ഞാനൊരു പാടെടുത്ത് കഴിക്കും. ഇത് വീട്ടിലുണ്ടായതാട്ടോ, ഈ സാധനം വീട്ടിലുണ്ടായതാണ്. ഇതും അതേപോലെ കാന്താരി മുളക് വലുത്, ഓക്കെ, വെള്ളമുളക്. അപ്പം അതിൻ്റെ ശേഷം മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ. അതിന് ശേഷം ഇതൊന്ന് ലേശം കോരിയിട്ട് ഇതിൽ വെച്ചു. അത് ലേശം എന്ത് പൊടിയാ? മുളക് പൊടി. അപ്പോൾ നേരത്തെ എന്ത് പൊടിയാ? ആ, അത് ലേശം കുട്ടിക്ക്, അപ്പോൾ കുട്ടിക്ക് എരിവ് പറ്റില്ലല്ലോ, ഈ കുഞ്ഞാറ്റിക്ക് എരിവ് പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടി അങ്ങനെ ലേശം മുളക് പൊടി എടുത്താണ്. അപ്പോൾ അതിൽ കുറച്ചുകൂടി മുളക് പൊടി ആഡ് ചെയ്തോളൂ. അങ്ങനെ പരിപ്പ് കറി റെഡി. അങ്ങനെ എളുപ്പക്കറി കേട്ടോ, എളുപ്പക്കറി. ഇനി ഇതിൽ മഞ്ഞപ്പൊടി കിട്ടണം കേട്ടോ. മുന്നേ മഞ്ഞപ്പൊടി എപ്പോൾ വേണമെങ്കിലും ഇടാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ ഇടാം, അല്ലെങ്കിൽ പരിപ്പിലും ഇടാം. അപ്പോൾ അതിൽ ലേശം ചെയ്യുമ്പോൾ മഞ്ഞപ്പൊടിയും അതേപോലെ ഉപ്പും ആ പരിപ്പിലിട്ടിട്ടുണ്ട്. നമുക്ക് എത്ര പരിപ്പ് കൊണ്ടിച്ചെടുക്കാം. ലേശം വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് അന്ന് ഒരു വിധം വേവുന്ന വരെ നമുക്ക് അതേപോലെ വേവിച്ച് റെഡിയാക്കിയതിന് ശേഷം മാത്രം അങ്ങനെ ചെയ്യുക. അങ്ങനെ മിക്സികൾ ആഡ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ഇത് എന്താ വെച്ചാൽ ഈ വെള്ളം കൂടി അതിൽ ഒഴിക്കാനാണ്. ഈ വെള്ളം ഒന്ന് ചൂടായതിന് ശേഷം അതിൽ ഒഴിക്കുക. അല്ലെങ്കിൽ നമ്മുടെ പാത്രം ഉണ്ടല്ലോ, ആ പാത്രം, കറീൻ്റെ പാത്രം, അതിൽ ലേശം വെള്ളം അധികം ഉണ്ടെങ്കിലും ആ വെള്ളം എടുത്ത് ഒഴിച്ചാലും മതി. ആ വെള്ളം എടുത്തിട്ട് ഇതിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടായതിന് ശേഷം ഇതിൽ ഒഴിച്ചാലും മതി. ഇതിൽ ആഡ് ചെയ്യുമ്പോൾ കറി ഇപ്പോൾ അത്ര വെള്ളമുള്ളൂ, ഇതിൽ കുറച്ച് വെള്ളമുള്ളൂ. അപ്പോൾ നമുക്ക് വെള്ളത്തിന് എത്ര വേണ്ടിച്ച് അതിനനുസരിച്ച് ഒഴിക്കാം. ഇത്രയും കൂടി വെള്ളം ചേർക്കുമ്പോൾ ഒരു 4 ആൾക്കുള്ള കറിയൊക്കെ ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെ പരിപ്പ് കറി റെഡിയാക്കാം. ഓക്കെ, മുന്തിരിക്ക് ഒരു കുത്തിയിടൽ തീർന്നു അത്രേ. എന്താ കുത്തിയിടൽ തീർന്നോ? എന്താ ഉണ്ടായി? എവിടെ നിന്നിട്ട് കുത്തിയിട്ട്? ആ, വെള്ളമൊക്കെ വെച്ചോ? ആ, ഉണ്ടോ? വെള്ളമൊക്കെ വെച്ചോണ്ട് കയ്യില്. എവിടെ കുത്തിയിട്ട് എന്നറിയില്ല. അതോ കുഞ്ഞിക്കുണ്ട്. ആ, ഇതിലേക്ക് നോക്കി പറയാം എന്തൊക്കെ ചെയ്തെന്ന്. പാപ്പ കഴിച്ചു, അത് കുത്തിയിട്ടു. ഓക്കെ, അപ്പോൾ നല്ല ചൂടുള്ള പരിപ്പ് കറി റെഡി. ഞങ്ങൾക്കത് കൂട്ടി ചോറുണ്ണേ, ചപ്പാത്തി കഴിക്കുക, ഭക്ഷണം കഴിക്കുക ഒക്കെ ചെയ്യാം. ബൈ.